ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള വിവാദ കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് കഥാനായകൻ അങ്ങനെ നിയമസഭയിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് പാടെ തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. നിയമസഭയിലെത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സജീവമാകും. രാഹുൽ ശനിയാഴ്ച പാലക്കാട് എത്തും. പൊതുപരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. തുടർന്ന് ഞായറാഴ്ച മടങ്ങും. വരും ദിവസങ്ങളിലും രാഹുൽ നിയമസഭയിലെത്തും. അതേസമയം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും വ്യക്തമാക്കുന്ന കാര്യം. അന്തരിച്ച മുൻ നിയമസഭാ സാമാജികർക്ക് ആദരമർപ്പിക്കുന്നതിനിടെ എം.എൽ.എയുടെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലാണ് ഇന്ന് രാവിലെ 9:20 രാഹുൽ നിയമസഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അടൂരിലെ വിശ്വസ്തനുമായ റെനോ പി രാജൻ, തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷച്ചീർ, എം.എൽ.എയുടെ സഹായി ഫസൽ എന്നിവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്കായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലിരുന്നത്. മുൻപ് പി.വി. അൻവർ ഇരുന്ന അതേ സീറ്റ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ ഇന്ന് സഭയിലെത്തിയത്. അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെ അതീവ രഹസ്യമായിട്ടാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ചരമോപചാര ദിനമായതിനാൽ രാഹുലിനെതിരെ നിയമസഭയിൽ ഭരണപക്ഷം പ്രതിഷേധമുയർത്തിയില്ല. പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിനെന്ന് ഇ.പി. ജയരാജൻ വിമർശിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് നിയമസഭ ആദരമർപ്പിച്ചു. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയ വി.എസിന് പാർട്ടി അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. വാഴൂർ സോമൻ, പി.പി. തങ്കച്ചൻ എന്നിവർക്കും നിയമസഭ ആദരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ അനുസ്മരിച്ചു. അതേസമയം നിയമസഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. സഭയിലെത്തിയ രാഹുലുമായി നജീബ് കാന്തപുരവും എ.കെ.എം. അഷ്റഫും സംസാരിച്ചു. യു.എ. ലത്തീഫ് രാഹുലിന്റെ ബ്ലോക്കിൽ വന്നിരുന്ന് സംസാരിച്ചു. അതേസമയം വി.ഡി. സതീശന്റെ നിലപാടിനെ ധിക്കരിച്ചുള്ള രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ.പി.സി.സി. നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. നിയമസഭ പിരിഞ്ഞാൽ ഇന്ന് കെ.പി.സി.സി. ഭാരവാഹികളുടെയും ഡി.സി.സി. അധ്യക്ഷന്മാരുടെയും യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നടക്കും. യോഗത്തിനെത്തിയപ്പോഴായിരുന്നു കൊടിക്കുന്നിലിന്റെ പ്രതികരണം. രാഹുൽ സഭയിലെത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്നും രാഹുലിനെ കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും ധാർമ്മിക പ്രശ്നം ഇടതുപക്ഷത്തിനാണെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. രാഹുലിനെ പ്രത്യേക ബ്ലോക്കായി കണക്കാക്കുമെന്ന് സ്പീക്കർ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നതിനെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. രാഹുൽ നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമാക്കുമെന്ന കാര്യം ഉറപ്പാണ്.